ഒരു ചെറിയ തലവേദന മുതൽ ഒരു വലിയ ബ്രെയിൻ ട്യൂമർ വരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഓർഗനാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സോൾവ് ചെയ്യാൻ ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് VPS ലക്ഷ്യ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഇൻ ന്യൂറോളജി ആയിട്ടുള്ള ഡോക്ടർ അരുൺ ഉമ്മനാണ്. സർ, വെൽക്കം ടു ദ ഷോ. അപ്പോൾ സർ, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ തലവേദന, ചെറിയ ഈ വില്ലനായിട്ടുള്ള തലവേദനയെക്കുറിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സർ, എന്തുകൊണ്ടാണ് ഈ തലവേദന വരുന്നത്? ഫുഡ് കാരണമാണോ, സ്ട്രെസ്സ് കാരണമാണോ, അതോ വേറെ എന്തെങ്കിലും റീസൺസ് കാരണമാണോ? തലവേദന നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു രോഗലക്ഷണമാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. എന്നിട്ട് 98% കാരണങ്ങളും പ്രശ്നം ഇല്ലാത്ത കാരണങ്ങളാണ്. അപ്പം അതിൻ്റെ അകത്ത് തലയുടെ മോസ്റ്റ് കോമൺ കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ഹെഡേക്കാണ്. നമുക്ക് സമ്മർദ്ദം കൂടുമ്പം ഉണ്ടാകുന്ന സ്ട്രെസ് ഹെഡേക്ക്. സമ്മർദ്ദം ജോലിഭാരം കൊണ്ടാവാം, ഈ ടെൻഷൻ കൊണ്ടാവാം, നമുക്ക് അമിതമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടാവാം, ഉറക്കമില്ലായ്മ ഉണ്ടാവാം, അല്ലെങ്കിൽ കറക്റ്റ് ടൈം ഭക്ഷണം കഴിക്കത്തുണ്ടാവാം. അങ്ങനെ പല രീതിയിലുള്ള എന്നുവെച്ചാൽ നമ്മുടെ ബ്രെയിനിന് സ്ട്രെസ് വരുന്നു. അത് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ് ഹെഡേക്ക്. അതാണ് ഏറ്റവും കൂടുതലുള്ള തലവേദന. പിന്നെ ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു തലവേദനയാണ് ചെന്നിക്കുത്ത് അല്ലെങ്കിൽ മൈഗ്രെയിൻ. ഒരു 15% ആൾക്കാരിൽ കാണുന്ന ഒരു തലവേദന. ചെന്നിക്കുത്ത് കുറച്ചും കൂടി കഠിനമായ ഒരു തരം തലവേദനയാണ്. അത് യൂഷ്വലി ലേഡീസിലാണ് കൂടുതൽ കാണുന്നത്. അത് തലയുടെ ഒരു സൈഡിലായിരിക്കും, ഒരു വിങ്ങിയുള്ള ഒരു പൾസറ്റൈൽ ഹെഡേക്ക് ആയിരിക്കും. അത്തരം വാസ്കുലർ ഹെഡേക്കാണ്. പിന്നെയുള്ള തലവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനസൈറ്റിസ് കാരണം. നമ്മുടെ സൈനസിൽ, നമ്മുടെ തലയോട്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ ചില എയർ പോക്കറ്റ്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് സൈനസ് എന്ന് പറയുന്നത്. അതിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ സൈനസൈറ്റിസ് എന്ന് പറയുമ്പം ആ സൈനസ് ഉള്ള ഭാഗം, അതായത് ഈ മൂക്കിൻ്റെ മുകൾവശം അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നല്ല വേദന വരുന്നത്, അതിൻ്റെ കൂടെ മൂക്കടപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് സൈനസൈറ്റിസ് കാരണം ആവാം. പിന്നെ കണ്ണിന് ചുറ്റും നല്ല കഠിനമായ വേദന, അതിനെ ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയാം. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഹെഡേക്സ്. പിന്നെയുള്ള ഡേഞ്ചറസ് ഹെഡേക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ട്യൂമർ വന്ന് ബ്രെയിനിലെ കംപ്രസ്യം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ബ്രെയിൻ ഹെമറേജ് കാരണം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ബ്രെയിൻ ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്നത്, അങ്ങനത്തെ ഓരോ ഹെഡേക്സ് ഒക്കെയാണ്. അതൊരു ഇതെല്ലാം കൂടി ചേർത്ത് 2% താഴെയുള്ളൂ. അപ്പം തലവേദന ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ മജോറിറ്റി നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന തലവേദന മിക്കവാറും സ്ട്രെസ് ഹെഡേക്ക് കാരണം ആകാം. ഓക്കെ. അപ്പോൾ സാറ് പറഞ്ഞു, സാർ തന്നെ ഇപ്പോൾ ഒരു 3-4 ടൈപ്പ് ഓഫ് തലവേദനകൾ പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് ഒരു 10-20 ടൈപ്പ് ഓഫ് തലവേദനകൾ എന്തായാലും ഉണ്ടാവും. ഇത് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പം ഈ തലയുടെ മേളിൽ വന്നാൽ, അല്ലെങ്കിൽ ഇപ്പോൾ സാറ് പറഞ്ഞു ഒരു സൈഡിൽ വന്നാൽ മൈഗ്രെയിൻ, മൂക്കിൻ്റെ ചുറ്റും വന്ന സൈനസ്, അത് ശരിക്കും അങ്ങനെ ഓരോ പൊസിഷൻ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്ത് വരുന്നത് വെച്ച് നമുക്ക് അങ്ങനെ അതിന് കൃത്യമായിട്ട് ഇത് കാരണമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഏകദേശം ഒരു ധാരണ തരും. ഫോർ എക്സാമ്പിൾ സ്ട്രെസ് ഹെഡേക്ക് അല്ലെങ്കിൽ സമ്മർദ്ദം മൂലം തലവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റിയുടെ ഫ്രണ്ടിൽ ഒരുമാതിരി ഇറുക്കി പിടിക്കുന്ന ഒരു തലവേദനയായിരിക്കും. അപ്പോൾ അവർ പറയും ഒരുമാതിരി തലയിൽ ഇറുക്കി പിടിക്കുന്ന ഒരു വേദന. അവർക്ക് അത് എന്തെങ്കിലും ഒരു തുണി വെച്ചൊന്ന് ചുറ്റി കഴിഞ്ഞാൽ നല്ലൊരു ഫീലിംഗ് കിട്ടുമെന്ന് വരാം. ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അവർ നല്ല ആശ്വാസം കിട്ടും. അല്ലെങ്കിൽ ഒരു സാധാരണ ഏതെങ്കിലും ഒരു പാരസ്റ്റമോൾ കഴിച്ചാൽ യൂഷ്വലി അത് കുറയാറുണ്ട്. അത് അത്ര കഠിനമായ തലവേദനയല്ല, നമുക്കൊരു ശല്യമാണ്, പക്ഷേ അത് അത്ര കഠിനമായ ഒരു തലവേദനയല്ല. അതാണ് സ്ട്രെസ് ഹെഡേക്ക്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നിക്കുത്ത് അല്ലെങ്കിൽ മൈഗ്രെയിൻ കാരണമുള്ള ഹെഡേക്ക്. മൈഗ്രെയിൻ ഹെഡേക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ ലേഡീസിലാണ് കാണുന്നത്. 90% ലേഡീസിലാണ് കാണുന്നത്. അതിൻ്റെ ഹെഡേക്ക് എന്ന് വെച്ചാൽ അത് യൂണിലാറ്ററലാണ്, അതായത് തലയുടെ ഒരു സൈഡിലായിരിക്കും. ആയിരിക്കും വേണം. മിക്കവാറും പലർക്കും ലെഫ്റ്റ് ആയിരിക്കും, കുറച്ച് ചിലർക്ക് റൈറ്റ്, അങ്ങനെ ലെഫ്റ്റ് റൈറ്റ് മാറി മാറി വരാം. വരുന്നവർക്ക് മിക്കവാറും ഒരു സൈഡിൽ തന്നെ ആയിരിക്കും, പക്ഷെ എന്നാലും അവർക്കും മാറി മാറി വരാം. പക്ഷെ അത് മിക്കവാറും യൂണിലാറ്ററലായിരിക്കും, റെയറായിട്ടേ ബൈലാറ്ററൽ വരത്തുള്ളൂ. എന്താ വെച്ചാൽ അത് 2 സൈഡിലും വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കോമൺ ഏതായാലും ഒരു സൈഡിൽ മാത്രമുള്ള ഒരു തലവേദന. അതിങ്ങനെ അവർ പറയും ഭയങ്കര തലയിൽ ഇങ്ങനെ വിങ്ങുന്നു, ഭയങ്കര വിങ്ങിയുള്ള വേദന, ഭയങ്കരമായിട്ടൊരു വേദന. അത് ചെറുതായിട്ട് ഇങ്ങനെ വിങ്ങി തുടങ്ങി അത് കൂടി വളരെ കഠിനമായ വേദന. മൈഗ്രെയിൻ അനുഭവിച്ചുള്ളവർക്കറിയാം, അത് ഉള്ളതിലും ഏറ്റവും കഠിനമായ തലവേദനയിൽ ഒന്നാണ് മൈഗ്രെയിൻ തലവേദന. വളരെ കഠിനമായ വേദന. അതിൻ്റെ കൂടെ നമുക്ക് ഓക്കാനം വരാം, ചിലപ്പം ഛർദ്ദിക്കുകയും ചെയ്യാം. ഛർദ്ദിച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ മൈഗ്രെയിൻ ഉള്ളവർ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ആശ്വാസം കിട്ടിയെന്ന് പറയാറുണ്ട്. അപ്പം അതും അതിന് കൂടെ ഉള്ളൊരു മറ്റൊരു പ്രത്യേകത. മൈഗ്രെയിൻ ഉള്ളവർ ഈ ലൈറ്റ് കാണുമ്പോൾ ഒരു വിമിഷ്ടം അല്ലെങ്കിൽ സൗണ്ട് ഒത്തിരി കേൾക്കുന്നത്. അതെ മൈഗ്രെയിൻ ഉള്ളവർക്ക് ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും ബോഡി. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങളിലെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എന്തും പ്രശ്നമാവാം. അത് കാഴ്ച എന്തെങ്കിലും ലൈറ്റ് അടിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ സൗണ്ട് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്മെല്ലായിരിക്കാം. അങ്ങനത്തെ ആരെങ്കിലും ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി, അതുപോലെ ഇറിറ്റേഷൻ ആയിട്ട് വരും. അപ്പോൾ അത് നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ഭയങ്കര ഓവർ സെൻസിറ്റൈസ്ഡ് ആയി. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത് മൈഗ്രെയിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ മൈഗ്രെയിനിൽ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഓറ എന്നൊരു ഫിനോമിനുണ്ട്. ഓറ, അതായത് ഒരു 30% ആൾക്കാർ കാണുന്ന ഒരു സിംറ്റമാണ്. അതായത് മൈഗ്രെയിൻ വരുന്നതിൻ്റെ മുമ്പ് അവർക്കൊരു നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ഓവർ ആക്ടിവിറ്റി കാരണം നമുക്ക് ചിലപ്പോൾ ഒരു കണ്ണിൽ ഒരു ഫ്ലാഷ് ഓഫ് ലൈറ്റ്, ഒരു മിന്നൽ പോലെ ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ ചില സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ നാക്കിലൊരു ടേസ്റ്റ്, ഇങ്ങനെയൊക്കെ ഓരോ ഫീൽ ചെയ്യും. അപ്പം
ഈ ഓറയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം മൈഗ്രെയിനും ഇല്ല. പക്ഷേ ഇതുള്ള ഒരു ആൾക്ക് അവർക്കറിയാം അവർക്ക് മൈഗ്രെയിൻ വരുക എന്നുള്ളത്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും കണ്ണിൽ എന്തെങ്കിലും ഒരു ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സ്മെല്ല് ഫീൽ ചെയ്യുന്നു, നമുക്ക് മണക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ടേസ്റ്റ് എന്തെങ്കിലും എന്തെങ്കിലും ചൊവ്വയൊക്കെ നാക്കി വരുന്നെങ്കിൽ നമുക്കറിയാം അത് ഓറയാണ്. അത് പിന്നെ മൈഗ്രെയിനൊക്കെ വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് മൈഗ്രെയിൻ്റെ രീതി. പിന്നെ ഉള്ള സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ, സൈനസ് എന്ന് വെച്ചാൽ നമ്മുടെ സൈനസ് എന്ന് പറഞ്ഞ ഏരിയ വെച്ചാൽ നമ്മുടെ മാക്സിലറി സൈനസ്, നമ്മുടെ എത്മോയിഡ് സൈനസ്, നമ്മുടെ ഫ്രോണ്ടൽ സൈനസ്, നമ്മുടെ സ്ഫിനോഡ് സൈനസ്, ഇതൊക്കെയാണ് നമ്മുടെ സൈനസസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഓരോ മാക്സിലറി സൈനസ് എന്ന് സൈഡിലുള്ളതാണ്, ഫ്രോണ്ടൽ സൈനസ് എന്ന് ഫ്രണ്ടിലുള്ളതാണ്, എത്മോയിഡ് സൈനസ് എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ പുറയിൽ. അപ്പോൾ ഈ സൈനസിലൊക്കെ എവിടെയെങ്കിലൊക്കെ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഏരിയയിൽ നല്ല വേദനയായിരിക്കും. അപ്പോൾ ഇൻഫെക്ഷൻ്റെ വേദന കൂടെ തന്നെ നല്ല മൂക്കടുപ്പ് കാണാം, ചിലപ്പം അതിൻ്റെ കൂടെ ചുമയും പനിയൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം, നല്ല ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ. അതാണ് സൈനസ് ഹെഡേക്സിൻ്റെ പ്രത്യേകത. ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്ന ഹെഡേക്ക് ഉണ്ട്. അത് വളരെ കഠിനമായ ഒരു വേദനയാണ്. അതായത് കണ്ണിൻ്റെ ചുറ്റുമുള്ളൊരു വേദന, കണ്ണിൻ്റെ ചുറ്റും ഭയങ്കര കണ്ണൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ചുമന്നൊക്കെ വരും, ഭയങ്കര കഠിനമായ ഒരു വേദന. അത് ശരിക്കും മൈഗ്രെയിൻ പോലെ തന്നെ വളരെ ഒരു സിവിയർ ഒരു ഹെഡേക്കാണ്. അത് കണ്ണിന് ചുറ്റും. പിന്നത്തെ ഹെഡേക്ക് എന്നൊക്കെ പറഞ്ഞാൽ മറ്റൊരു ഹെഡേക്ക് എന്ന് വെച്ചാൽ ഈ സെർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ്, അത് കഴുത്ത് വേദനയുടെ കാരണം തലവേദന ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ പറഞ്ഞാൽ തലയുടെ പുറവശത്ത് ഭയങ്കര വേദന, അങ്ങനെയും പറയാം. അപ്പം ഈ കഴുത്തിൻ്റെ പുറകെ ഇങ്ങോട്ട് ഈ ബാക്ക് സൈഡിലൊക്കെ നല്ല വേദന വരുന്നെങ്കിൽ അത് ഒന്നെങ്കിൽ സെർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ് കാരണമാവാം, അല്ലെങ്കിൽ ചില ആൾക്കാരിൽ പ്രഷർ നല്ല ഹൈ ബി പിയുടെ ഒരു ലക്ഷണമായിട്ട് തന്നെ നമ്മുടെ കഴുത്തിൻ്റെ മോളവശം അല്ലെങ്കിൽ തലയുടെ ബാക്കിൽ പുറവശത്ത് വേദന വരാം, അത് ഹെഡേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സൈറ്റ് പലതരത്തിലുള്ള തലവേദന വെച്ച് എന്ത് തരാമെന്ന് പറയുന്നത്. അപ്പം അത് സ്ട്രെസ് ഹെഡേക്കാണ് ഏറ്റവും കോമൺ. പിന്നെ മൈഗ്രെയിൻ ആവാം, സൈനസൈറ്റിസ് ആണെങ്കിൽ സൈനസിൻ്റെ ഏരിയയിൽ വരാം, ക്ലസ്റ്റർ ഹെഡേക്കാണെങ്കിൽ കണ്ണിന് ചുറ്റും വരാം. പിന്നെ മറ്റൊരു തരം വേദനയുണ്ട്, അതായത് നമ്മുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു മിന്നുന്ന പോലെ ലാൻസിനേറ്റിംഗ് പെയിൻ, അതിനെ ട്രൈജെമിനൽ ന്യൂറാൾജി എന്ന് പറയും. അത് ഭയങ്കര കഠിനമായ വേദനയാണ്. അത് എപ്പോഴും ഒരേ സൈഡ് തന്നെയായിരിക്കും. ആ ഒരു ട്രൈജെമിനൽ നാഡിയുണ്ട് നമ്മുടെ ഈ ഫേസിനെ സപ്ലൈ ചെയ്യുന്നത്, ആ ഞരമ്പിന് നീര് വരുന്ന ഒരു ഇതാണ്. ഒന്നുകിൽ ആ ഞരമ്പയിൽ ഇങ്ങനെ ഒരു രക്തക്കൊഴൽ തട്ടുമ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ അതിലേക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ വരുമ്പം ഉണ്ടാകുന്ന ഒരു തരം വേദനയാണ് ട്രൈജെമിനൽ ന്യൂറാൾജി. അത് നമ്മുടെ ആ ട്രൈജെമിനൽ ആ ഞരമ്പൻ്റെ പോകുന്ന ഏരിയയിലോട്ടൊക്കെ എന്ന് വെച്ചാൽ അത് നെറ്റിലോട്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ഈ കവിലോട്ടാക്കി, അല്ലെങ്കിൽ തടിയിലോട്ടാവാം. അങ്ങോട്ടെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് ഭയങ്കരമായിട്ടുള്ള വേദന അതും വരാം. പിന്നെ ഒരു തരം തലവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെമ്പറോമാൻഡിബിൾ ജോയിൻറ്റ് വേദന, അതായത് ഈ നമ്മുടെ ഈ പല്ലിൻ്റെ ഈ ജോയിൻ്റ് ഉണ്ട്, അവിടെ തേയ്മാനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് എപ്പോഴും വേദനയായിരിക്കും, എസ്പെഷ്യലി ചവയ്ക്കുമ്പോഴൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ വേദന, അതും ഒരു തരം വേദനയാണ്. പിന്നെ ടെമ്പിൾ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞൊരു തരം വേദനയുണ്ട്, അതായത് നമ്മുടെ ടെമ്പിളിൽ ഈ ഏരിയയിൽ എപ്പോഴും വേദന. അപ്പോൾ നമുക്ക് എപ്പോഴും ഇവിടെ ഇങ്ങനെ ഒരു വേദന വരും. അപ്പോൾ അത് ടെമ്പിൾ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു തരം അസുഖത്തിൻ്റെ വേദനയാണ്. അങ്ങനെ പല രീതിയിലുള്ള തലവേദനകൾ ഉണ്ട്. ഓക്കെ സാർ. സാർ ഇപ്പോൾ സ്ട്രെസ്സ് കാരണമുള്ള തലവേദന പറഞ്ഞു. സ്ട്രെസ്സ് കാരണം നമുക്ക് സിവിയർ ആയിട്ടുള്ള എന്തെങ്കിലും ബ്രെയിൻ ഡിസോർഡേഴ്സ് വരാൻ ചാൻസ് ഉണ്ടോ? സ്ട്രെസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു മുന്നോടിയാണ് പല രീതിയിൽ. അപ്പോൾ സ്ട്രെസ്സിൻ്റെ എഫക്ട്സ് കാരണം ചിലപ്പം ഹൈപ്പർ ടെൻഷൻ വരും, അൺകൺട്രോൾ ഡയബറ്റീസ് വരാം. ഈ പലപ്പോഴും സ്ട്രെസ്സ് കാരണം ഭയങ്കരമായിട്ട് BP കൂടി രക്തക്കൊഴൽ കൂട്ടി നമുക്ക് പലപ്പോഴും സ്ട്രോക്കൊക്കെ വരാം. അപ്പം ഈ ബ്രെയിൻ സ്ട്രോക്കിൻ്റെ ഒരു പ്രിക്കോസറാണ് ക്രോണിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. വളരെ സ്ട്രെസ് ഉള്ള ആൾക്കാർ എന്താ വെച്ചാൽ സ്ട്രെസ്സോടെ എല്ലാവർക്കും വരും എന്നല്ല, ജനറ്റിക്കലി പ്രീഡിസ്പോസ്ഡ് ആയ ആൾക്കാർ, അതായത് ജനറ്റിക്കലി അവർക്ക് സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് സ്ട്രെസ്സ് ഒരു മേജർ റിസ്ക് ഫാക്ടറാണ്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെസ്സുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഈ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ളവർ ബേസിക്കലി നമ്മൾ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് പഠിക്കണം. എപ്പോഴും BP എല്ലാം കൺട്രോൾ ചെയ്ത് അങ്ങനെ വെച്ച്, കാരണം സ്ട്രെസ് കൂടുമ്പം നമുക്ക് സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആവും, നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടും, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് എല്ലാം കുറയും. ഇതെല്ലാം നമുക്ക് പിന്നീട് നമുക്ക് ഈ സ്ട്രോക്ക് വരാനുള്ള സാധ്യത ആയി മാറും. ഓക്കെ സാർ. സാർ അതുപോലെ തന്നെ ഇപ്പോൾ ഈ സ്ട്രെസ് ഉള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ തലവേദനകളൊക്കെ ഉള്ളവരായിക്കോട്ടെ പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഉറക്കം കിട്ടുന്നില്ല എന്നുള്ള കാര്യം. ഈ ഉറക്കം എന്ന് പറയുന്നൊരു സാധനം ബ്രെയിൻ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പം ചിലർ പറയുന്നേക്കാം 8 hours ഉറങ്ങണം, 6 hours ഉറങ്ങണം എന്ന്. എത്രയാണ് ഒരു ഐഡിയൽ ടൈം ഓഫ് സ്ലീപ്പ്? നമ്മുടെ ബ്രെയിനിന് ഏത് ഹാബിറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിക്കുന്നത് വെച്ചാൽ രണ്ടെണ്ണം ചോദിച്ചാൽ, ഒന്ന് സ്ലീപ്പും ഒന്ന് ന്യൂട്രീഷനുമാണ്, പ്രോപ്പർ ബ്രെയിൻ ന്യൂട്രീഷനുമാണ്. സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്ലീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഫുൾ ഓർഗൻസ് എസ്പെഷ്യലി ബ്രെയിനിൻ്റെ റിജുവിനേഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എത്ര വർക്ക് ചെയ്താലും നല്ലൊരു ഉറക്കം കഴിഞ്ഞ് അത് നന്നായിട്ട് റിജുവിനേറ്റ് ചെയ്ത് അടുത്ത ദിവസത്തേക്കുള്ള ആക്ടിവിറ്റീന് ഫുള്ളി പ്രിപ്പയർഡ് ആയിരിക്കും. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കമില്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിൻ ഒരിക്കലും റെസ്റ്റ് കിട്ടുന്നില്ല. അത് ഡെഫിനറ്റ്ലി ബ്രെയിനെ വളരെയധികം ഡാമേജിങ് ആണ്. അത് നമ്മുടെ മെമ്മറി പവറിനെ ബാധിക്കും, നമ്മുടെ കോഗ്നിറ്റീവ് ഫംഗ്ഷനെ ബാധിക്കും, നമ്മുടെ മെൻ്റൽ ഷാർപ്നെസ്സിനെ ബാധിക്കും, നമ്മുടെ ബിഹേവിയറിനെ ബാധിക്കും.
അങ്ങനെ പല രീതിയിലും വരാം. അപ്പം സ്ലീപ്പ് എന്ന് വെച്ചാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ഒരു അഡൾട്ട് ഹൈ ക്വാളിറ്റി സ്ലീപ്പ് ഒരു ദിവസം 7 to 9 hours ഉറങ്ങിയിരിക്കണം. നാഷണൽ സ്ലീപ്പ് ഫൗണ്ടേഷൻ പറയുന്നത് 7 to 9 hours കംപ്ലീറ്റ് ചെയ്യണം. ഈ 7 to 9 hours എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ 7 to 9 hours 4 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണം. 4 സൈക്കിൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 4 സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യണം. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു സ്ലീപ്പ് സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 minutes ആണ്, 90 to 120 minutes ആണ്. ഓക്കെ ഓരോ സ്ലീപ്പ് സൈക്കിളിനും ഓരോ ഫേസ് ഉണ്ട്. ഫേസ് 1, ഫേസ് 2, ഫേസ് 3 REM സ്ലീപ്പ്. ഫേസ് 1 എന്ന് വെച്ചാൽ ലൈറ്റ് സ്ലീപ്പ്, ഫേസ് 2 എന്ന് വെച്ചാൽ മോഡറേറ്റ് സ്ലീപ്പ്, ഫേസ് 3 ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡീപ്പ് സ്ലീപ്പ്. പിന്നെയുള്ളത് REM സ്ലീപ്പ്, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്. ഈ സമയത്താണ് നമ്മൾ സ്വപ്നം കാണുന്നത്. കണ്ണൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാം. അത് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ബേസിക്കലി നമ്മൾ സ്വപ്നം കാണും. നമ്മൾ ഒരാൾ ഉറങ്ങുമ്പോൾ കണ്ണിങ്ങനെ അനങ്ങനെ കാണാം. അതൊരു സ്വപ്നം കാണുമെന്നുള്ളതാണ്. അപ്പം ഇതൊരു സൈക്കിളാണ്. ഇതുപോലത്തെ 4 സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യണം. അതാണ് ശരിക്കും നമ്മൾ ഒരു സ്ലീപ്പ്, ഒരു ക്വാളിറ്റി സ്ലീപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം, അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് അറിയുന്നത് നമുക്ക് ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടോ എന്നുള്ളത്? ഓരോ സൈക്കിളിലും ഒരു ഡ്രീം കാണും, ഒരു സ്വപ്നം കാണും. അപ്പോൾ ഒരു ഉറക്കത്തിൽ നമ്മൾ നൈറ്റ് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു 3-4 സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഹൈ ക്വാളിറ്റി സ്ലീപ്പ് നമുക്ക് ഇൻഡയറക്ട്ലി നമുക്ക് തീരുമാനിക്കാം. പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ അത് പോളിസോംനോഗ്രാഫി എന്ന ടെസ്റ്റ് ഉണ്ട്. സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്ന സംഭവമാണ്, പോളിസോംനോഗ്രാഫി എന്ന് പറയും. അത് ചെയ്താലേ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഡീപ്പ് സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഹെൽത്ത് ഹാബിറ്റ്സിൽ വളരെ ഒത്തിരി പ്രാധാന്യമുള്ളൊരു സംഭവമാണ് പ്രോപ്പർ സ്ലീപ്പ്. ഓക്കെ.